കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര ഈശോയെ നോക്കാം. ആശ്വാസപ്രദനേ ആരാധന. സമാധാനപ്രഭുവേ ആരാധന. ആശ്വാസപ്രദനേ ആരാധന. സമാധാനപ്രഭുവേ ആരാധന. ആശ്വാസപ്രദനേ ആരാധന. സമാധാനപ്രഭുവേ ആരാധന. ആശ്വാസപ്രദനേ
എഴുന്നേറ്റ് നിൽക്കാം. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ പാടിടും
പാടി പ്രാർത്ഥിക്കും. കൈകൾ അടിച്ച് കണ്ണുകൾ അടച്ച് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ച് ദൈവത്തിന്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ദൈവമാണ്. സാധാരണ ഒരപ്പമല്ല, നമ്മളെ കാണുവാൻ കണ്ണുകളുള്ള അപ്പമാണ്. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുവാൻ ഹൃദയമുള്ള അപ്പമാണ്. നമ്മുടെ കണ്ണീര് ഒപ്പുവാൻ കൈകളുള്ള അപ്പമാണ്. നമ്മുടെ അരികിലേക്ക് നടന്നു വരാൻ കാലുകളുള്ള അപ്പമാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യം ജീവിക്കുന്ന ദൈവം, കണ്ണുകളും കാലുകളും കൈകളും ഹൃദയവും ഉള്ള അപ്പം. യേശുവേ, നിന്റെ മുമ്പിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ എന്താണെന്നും എൻ്റെ സങ്കടം എന്താണെന്നും എൻ്റെ ദുഃഖം എന്താണെന്നും എൻ്റെ കുടുംബത്തിൻ്റെ തളർച്ച എന്താണെന്നും നിനക്കറിയാമല്ലോ. കർത്താവേ, കാണാൻ കണ്ണുകളുള്ള ഒരു ദൈവമാണല്ലോ നീ, കേൾക്കാൻ കാതുകളുള്ള ഒരു ദൈവമാണല്ലോ നീ, മനസ്സിലാക്കാൻ ഒരു ഹൃദയമുള്ള ദൈവമാണല്ലോ നീ. നീ മനസ്സായാൽ എനിക്ക് സൗഖ്യം ലഭിക്കും കർത്താവേ. കർത്താവേ, ഞാൻ അവശനാണ്, ഞാൻ തളർന്നവളാണ്. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണം. കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണം. നിന്റെ വചനം കേട്ട് വചനമനുസരിച്ച് ജീവിക്കുവാനും നിന്നോട് ചേർന്ന് നിൽക്കുവാനും നിന്നിൽ വസിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. കർത്താവ്, എൻ്റെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ വചനഭാഗം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണ സംഭവങ്ങൾ യേശുവിൻ്റെ കാലത്തും ഇന്നും യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, വിശ്വാസമാണ് നമുക്കാവശ്യം. അന്ന് ആ വീട്ടിലേക്ക് പുരമുകളിൽ ഓടിളക്കി ആ തളർവാദ രോഗിയെ ഇറക്കുവാൻ വിശ്വാസമുണ്ടായിരുന്ന ആ 4 പേരെ പോലെ, ഏതാനും പേരെ പോലെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇവിടെ അസാധാരണ സംഭവങ്ങൾ നടക്കും. നമ്മുടെ കുടുംബത്തിൽ അസാധാരണ സംഭവങ്ങൾ നടക്കും. നമ്മുടെ മക്കളിൽ അസാധാരണ സംഭവങ്ങൾ നടക്കും. നമ്മുടെ ഇടവകയിൽ അസാധാരണ സംഭവങ്ങൾ നടക്കും.
യേശുവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവിന് പാപത്തോടുകൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്താനാകില്ല. കർത്താവ് അവൻ്റെ പാപം മോചിച്ചതിന് ശേഷമാണ് കർത്താവ് അവനെ സുഖപ്പെടുത്തുന്നത്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ, കുറവുകളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കർത്താവെ, പാപം, പാപസുഖങ്ങൾ, പാപസന്തോഷങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, എനിക്ക് നിന്നെ വേണം. പരിശുദ്ധാത്മാവെ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എല്ലാ കുറവുകളും ഈശോയ്ക്ക് സമർപ്പിച്ച്, കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ കുടുംബവും വഴി വന്നുപോയ എല്ലാ കുറവുകളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അസാധാരണ സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ മേഖലകളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കഴുകണമേ. അസാധാരണ സംഭവങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, പാപത്തെയും പാപസുഖങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ച് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അങ്ങേ വേണം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അങ്ങേ വേണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരേണ്ട അനുഗ്രഹങ്ങൾ നമുക്കോർക്കാം. കർത്താവ് സുഖപ്പെടുത്തേണ്ട സൗഖ്യത്തിൻ്റെ മേഖല നമുക്കോർക്കാം. ഈശോയെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്നെ പറഞ്ഞയക്കരുത്. കർത്താവെ, നീ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവെ, എൻ്റെ സൗഖ്യം കണ്ട് എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഇടവകയിലുള്ളവരും നാട്ടിലുള്ളവരും കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് അവർ തിരിച്ചറിയട്ടെ. യേശുവിൻ്റെ സാക്ഷിയാക്കി എന്നെ നീ മാറ്റണമേ. കർത്താവ്, നിൻ്റെ സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ നീ മാറ്റണമേ. കർത്താവ്, എൻ്റെ കുടുംബത്തിൽ നീ കടന്നു വരണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെടേണ്ട മേഖലകളെല്ലാം മനസ്സിലോർക്കാം. ഈശോയ്ക്ക് അതെല്ലാം സമർപ്പിക്കാം. അതിനുശേഷം നമ്മുടെ വലതുകരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. വലതുകരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. നമ്മുടെ വലതുകരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. കർത്താവേ, അങ്ങയുടെ നേരെ നീട്ടിയിരിക്കുന്ന ഈ മക്കളുടെ കൈകളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കരമുപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യവും അഭിഷേകവും നീ നൽകണമേ. ഈശോയെ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന വചനം പോലെ എൻ്റെ സന്നിധിയിലേക്ക് നീട്ടിയിരിക്കുന്ന ഈ കൈകളിലേക്ക് പ്രകാശം അയക്കണമേ. വിശുദ്ധീകരിക്കുന്ന പ്രകാശം, ഇരുട്ടിനെ നീക്കുന്ന പ്രകാശം കർത്താവെ അയക്കണമേ.
യേശുവിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കും. കർത്താവ്, ഈ സമയം ആത്മാർത്ഥമായിട്ട് ഈ കൈ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, ഈ പാപിയായ എന്നെയും നീ സ്നേഹിക്കുന്നുവെന്ന് ഈ കൈകളിലൂടെ സൗഖ്യം നൽകി നീ എനിക്ക് കാണിച്ചു തരണമേ. ഈശോയെ, അടയാളങ്ങൾ പ്രവർത്തിക്കണം ഈ പാപിയായ എൻ്റെ കൈകളിലൂടെ. കർത്താവെ, എൻ്റെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും നീ കടന്നു വരണം. വലിയ സൗഖ്യ അഭിഷേകവും നീ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഈ 2 പേരായിട്ട് മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് കുറച്ച് സമയം യേശുവിൻ്റെ സൗഖ്യത്തിനും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 2 പേരായിട്ട് മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിലേക്ക് വലതുകരം വച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വലിയ അനുഗ്രഹമാണ്. മറ്റുള്ളവർ എൻ്റെ കൈകളിലൂടെ അനുഗ്രഹിക്കപ്പെടുക വലിയ അനുഗ്രഹമാണ്. ആരെങ്കിലും ഒറ്റയ്ക്ക് അവിടെ ഉണ്ടെങ്കിൽ 3 പേരായിട്ട് നിൽക്കുക. കർത്താവിൻ്റെ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കിട്ടിയ ദൈവാനുഭവം നമ്മൾ പകർന്നു കൊടുക്കുന്നത് ദൈവം ഏറെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. യേശുവേ, ഈ മകനെ അനുഗ്രഹിക്കണം, ഈ മകളെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും കർത്താവ് എനിക്ക് നൽകുന്ന അധികാരത്തിൽ ഈ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠകളും, എല്ലാ തടസ്സങ്ങളും, പൈശാചിക പീഡകളും ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകും, തൊണ്ടയിൽ വേദന, ശബ്ദ തടസ്സം അനുഭവപ്പെടുന്ന 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ശരീരത്തിൽ അലർജി ഉള്ളതുമൂലം കറുത്ത പാടുകൾ സ്കിന്നിലുണ്ടാകുന്ന 2 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് ഭയപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ ഭയം മാറ്റി അനുഗ്രഹിക്കുന്നു. കൺസ്ട്രക്ഷൻ ജോലി, കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ആ വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കുന്നു. അത്ഭുതകരമായിട്ട് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നു. കുടുംബത്തിൽ നിരന്തരം വഴക്ക്, കലഹങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള 28 കുടുംബങ്ങളിൽ ഈശോ ഇടപെട്ട് സമാധാനം നൽകുന്നു. പാമ്പിനെ കണ്ട് ഭയന്ന് ആ ഭയം വിട്ടുപോകാത്ത ഒരാളെ കർത്താവ് ഇപ്പോൾ ഭയം മാറ്റി അനുഗ്രഹിക്കുന്നു. ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന ആർക്കോ വേണ്ടി ഇവിടെ ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. രാത്രിയിൽ ഭീകര സ്വപ്നങ്ങൾ കണ്ട് ചാടി എഴുന്നേൽക്കുന്ന ഒരാൾക്ക് കർത്താവ് അതിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുള്ള 3 പേരെ കൂടെ കർത്താവ് സുഖപ്പെടുത്തുന്നു. മദ്യപാനശീലം പൂർണ്ണമായിട്ട് വിട്ടുപോകുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഈശോ അനുഗ്രഹിക്കുന്നു. കുറച്ചു നാളുകളായി ദേവാലയത്തിൽ നിന്നും സഭാധികാരികളിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന
17ഓളം പേർക്ക് സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അഭിഷേകം ഈശോ നൽകുന്നു. യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 27 പേർക്ക് വചനം പഠിക്കാനുള്ള ദാഹം നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ. കുരിശടയാളം വരച്ച് അനുഗ്രഹിച്ച് ഈശോയുടെ നേരെ തിരിഞ്ഞു നൽകും. വലതുകരം ഉയർത്തി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്നും ജീവിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശിഷ്യന്മാരോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സഹായക ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ശക്തമായിട്ട് കൈകളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. സാധിക്കുന്നവർ മുട്ടിന്മേൽ നിന്ന് സമാപന ആശീർവാദ പ്രാർത്ഥനകൾക്കായിട്ട് ഒരുങ്ങുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് നന്ദിയുടെ ഒരു ഗാനത്തിന്റെ ഏതാനും വരികൾ നമുക്ക് ആലപിച്ച് കർത്താവിന് നന്ദി പറയാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാ, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാ, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാ, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാ. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും